അങ്ങനെ വി രാജേഷിന്റെ മേയർ ഭരണം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുകയാണ്. 113 ഇലക്ട്രിക് ബസ്സുകൾ കോർപ്പറേഷൻ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് മന്ത്രിയുടെ മുന്നിൽ മുട്ടുകുത്തിയതിന്റെ ക്ഷീണമൊന്നും ആ മുഖത്തില്ല. ഇപ്പോൾ രാജേഷ് ചുമതല ഏറ്റെടുത്ത ശേഷം നടത്തിയ മറ്റൊരു പ്രഖ്യാപനമാണ് ചർച്ചയായി മാറുന്നത്. തിരുവനന്തപുരത്ത് ഇൻഡോർ മാതൃക നടപ്പാക്കുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. ഗുജറാത്ത് വികസന മാതൃകയും ഇവിടെ നടപ്പാക്കുമെന്ന് മേയർ പറഞ്ഞിരുന്നു. BJP-കാരനായ ഇൻഡോറിലെ മേയറുമായി ചർച്ച നടത്തുമെന്നും രാജേഷ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ദാരുണമായ വാർത്തയാണ് രാജേഷിന്റെ പ്രഖ്യാപനം വീണ്ടും ചർച്ചയാകാൻ ഇടയാക്കിയത്. ഇൻഡോർ നഗരസഭ വിതരണം ചെയ്ത മലിനജലം കുടിച്ച് 10 പേർ മരിച്ചെന്നതാണ് ആ വാർത്ത. ഇൻഡോറിലെ ഭാഗീരഥ്പുരയിലാണ് മലിനജലം കുടിച്ച് ആളുകൾ മരണപ്പെട്ട സംഭവം ഉണ്ടായത്. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ മികച്ച ശുചിത്വ നഗരമായി തുടർച്ചയായി 8ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് ഇൻഡോർ. ഇവിടെയാണ് മലിനജലം കുടിച്ച് ആളുകൾ മരിക്കുന്ന ദുരവസ്ഥ ഉണ്ടാകുന്നത്. ഇൻഡോറിൽ ഒരാഴ്ചക്കിടെ 1000-ലേറെ പേരാണ് അസുഖബാധിതരായത്. കോർപ്പറേഷൻ വിതരണം ചെയ്ത വെള്ളം കുടിച്ചവരാണ് വയറിളക്കവും ഛർദിയും മൂലം ചികിത്സ തേടിയത്. ഇവരിൽ ഗുരുതരാവസ്ഥയിലായ 200 പേരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇതിൽ 10 പേരാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. അതേസമയം യഥാർത്ഥ മരണസംഖ്യ മധ്യപ്രദേശിലെ BJP സർക്കാർ മറച്ചുവെക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. മലിനജലം വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഗുരുതര വീഴ്ചയാണ് ഇൻഡോറിലെ കോർപ്പറേഷന് സംഭവിച്ചത്. പ്രധാന കുടിവെള്ള പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടാകുകയും കക്കൂസ് മാലിന്യം കുടിവെള്ളത്തിൽ കലരുകയും ചെയ്തതാണ് ദുരന്തത്തിന് ഇടയായത്. നർമ്മദ നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഇൻഡോറിലെ നഗരവാസികൾക്ക് കോർപ്പറേഷൻ വിതരണം ചെയ്യുന്നത്. ഏതായാലും ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ മാതൃകകൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച വി രാജേഷിന് കനത്ത തിരിച്ചടിയാണ് ഇൻഡോറിലെ ഈ സംഭവം. രാജ്യത്തെ ഏറ്റവും മികച്ച ശുചിത്വ നഗരമായി മോദി സർക്കാർ തെരഞ്ഞെടുത്ത സ്ഥലത്താണ് ഈ ദുരവസ്ഥയെന്നും നാം ഓർക്കേണ്ടതുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിനും മറ്റും രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്ന നഗരമായിരുന്നു ഇടത് ഭരണത്തിന് കീഴിലായിരുന്ന തിരുവനന്തപുരം. ഓരോ ദിവസവും വിചിത്രമായ പ്രഖ്യാപനങ്ങളുമായി രംഗത്തു വരുന്ന BJP-കാരനായ മേയർ തിരുവനന്തപുരത്തെ എവിടേക്കാണ് നയിക്കുന്നതെന്ന് കാത്തിരുന്നു തന്നെ കാണണം.